പ്രകാശൻ ചുനങ്ങാട് എഴുതിയ കഴുകൻ എന്ന നോവലിലെ രണ്ടാം ഭാഗത്തിലെ മൂന്നാമത്തെ അധ്യായം. നോവൽ കഴുകൻ ഭാഗം 2 അധ്യായം 3. മംഗലാപുരത്ത് നിന്ന് വരുന്ന മദിരാശി മെയിൽവണ്ടി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കൂക്കി വിളിച്ചുകൊണ്ട് ഓടിക്കയറി വന്നു. രാത്രി 9 മണി. വണ്ടി 1 മണിക്കൂർ ലേറ്റ്. കമ്പാർട്ട്മെൻറ്റിലേക്ക് പിടിച്ചു കയറുമ്പോൾ ശേഖരൻകുട്ടി ആലോചിക്കുകയായിരുന്നു. വനവാസം തുടങ്ങുന്നു, അതോ അജ്ഞാതവാസമോ? പോലീസിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുകയാണ് ബുദ്ധി. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അഡ്വാൻസ്ഡ് കോഴ്സ് ചെയ്താലോ? അർജുന് പാശുപതാസ്ത്രം സ്വായത്തമായത് വനവാസക്കാലത്താണല്ലോ. വണ്ടി പ്ലാറ്റ്ഫോം വിട്ടു. യാത്രക്കാർ ഉറങ്ങാനുള്ള പുറപ്പാടിലാണ്. സൈഡിലെ ലോവർ ബെർത്ത് കിട്ടിയത് നന്നായി. ഉറക്കം വരുന്നതുവരെ പുറത്തു നോക്കിയിരിക്കാം. കമ്പാർട്ട്മെൻറ്റിലെ ലൈറ്റുകൾ ഓരോന്നായി കണ്ണടച്ചു തുടങ്ങി. ഇരുട്ടിൻ്റെ തുരങ്കത്തിലൂടെയാണ് വണ്ടി കടന്നു പോകുന്നതെന്ന് തോന്നി. ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഇല്ലാത്ത ആകാശം. കുന്നുകളും പാറക്കൂട്ടങ്ങളും വയലുകളും മുൾച്ചെടി പടർപ്പുകളും ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നു. മണ്ണെണ്ണ വിളക്കിൻ്റെ മങ്ങിയ പ്രകാശം പോലും എങ്ങും കാണാനില്ല. മോഹമുണ്ടെങ്കിലും ഈ രാത്രി ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അശുഭചിന്തകൾ തള്ളിക്കേറി വരുന്നു. വിവാഹാലോചനയുമായി ഒറ്റപ്പാലത്തേക്ക് വരാനിരിക്കുകയായിരുന്നു ഹേമയുടെ അച്ഛൻ. ഓഫീസിലെ തിരക്കുകൾ കാരണം വരവ് നീണ്ടുപോയി. ഭാവി മരുമകൻ്റെ പരീക്ഷ കഴിഞ്ഞു, ഇനി വൈകിക്കേണ്ട എന്നാണ് അച്ഛൻ്റെ തീരുമാനമെന്ന് ഹേമയും അവളുടെ അമ്മയും പറഞ്ഞു. ഹേമയുടെ വിശേഷങ്ങൾ അമ്മയോടും അച്ഛനോടും പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണല്ലോ ഇട്ടിച്ചിരി എന്ന ധൂമകേതുവിൻ്റെ ഉദയം. അവൾ ഒരു ലഹരിയായി മത്തുപിടിപ്പിച്ച ദിവസങ്ങൾ. ഹേമയുമായുള്ള കല്യാണം സമയമുണ്ടല്ലോ എന്നാണ് അന്ന് ചിന്തിച്ചത്. ഹേമയുടെ തലക്കുറി വാങ്ങിക്കൊണ്ടുവന്ന് ഗോവിന്ദാപുരത്ത് പോയ ഒരു ദിവസം. അച്ഛൻ ജോത്സ്യരെ കണ്ടു. 10-9 പൊരുത്തം, വിഷു കഴിഞ്ഞ ആലോചനയാവാം എന്നാണ് ജോത്സ്യരുടെ നിശ്ചയമെന്ന് ഹേമയുടെ അമ്മയോട് നുണ പറഞ്ഞു. അച്ഛനും അമ്മയും അമ്മയുടെ കോങ്ങാട്ടുള്ള ഏട്ടനും ഗോവിന്ദാപുരത്തേക്ക് വരും. കല്യാണത്തിൻ്റെ ദിവസം നിശ്ചയിക്കാനെന്ന് ഒരു നുണ കൂടി. ഡെപ്യൂട്ടി കളക്ടറുടെ മകളെ മകനു വേണ്ടി ആലോചിക്കാൻ അച്ഛനും അമ്മയ്ക്കും സന്തോഷമേ ഉണ്ടാവൂ എന്നാണ് കണക്ക് കൂട്ടിയത്. മുറ്റത്തിനരികിൽ നിൽക്കുന്ന നന്ദ്യാർവട്ടം പൂത്തുലഞ്ഞു നിൽക്കുന്നു. തേൻ കുടിച്ചിട്ട് മതിയാവുന്നില്ല. ഡെപ്യൂട്ടി കളക്ടർ ഗോപാലമേനോൻ്റെ തോട്ടത്തിൽ എനിക്ക് വേണ്ടി ഒരു ചെടി നട്ടുവളർത്തിയിട്ടുണ്ട്. ആ ചെടിയും പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സാവകാശമുണ്ടല്ലോ എന്നാണ് ചിന്ത പോയത്. കാർത്യായനിയേടത്തിയുടെ പിൻപറ്റി അവൾ തറവാട്ടിലേക്ക് വന്ന ദിവസം ഇപ്പോഴും ഓർമ്മയിൽ മങ്ങാതെ കിടക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ മട്ടും ഭാവവും. കൗമാരം അവളുടെ ദേഹത്ത് മിനുക്കുപണികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അവളത് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നും. കന്മഷമില്ലാത്ത ചിരി കണ്ടാൽ. ചന്തമുള്ള മുഖം, നാണം പുരളാത്ത നോട്ടം. വാ മടിയിലിരിക്കെ എന്ന് പറയുകയാണെങ്കിൽ അവൾ ഓടി വന്ന് മടിയിൽ കയറിയിരുന്നെന്നും ഇരിക്കും. അമ്മ പനി പിടിച്ച് കിടപ്പിലായതിനാൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കാനാണ് കാർത്യായനി എടുത്തി വരുന്നത്. അവർ മനക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇട്ടിച്ചിരി ഒന്നുകിൽ വടക്കേ അറയിൽ അമ്മയുടെ കൂടെ, അല്ലെങ്കിൽ കോലായിൽ ഒരു മൂലക്കിരുന്ന് പുസ്തക വായന. അവൾ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്ന് അമ്മ പറഞ്ഞിരുന്നു. ഇട്ടിച്ചിരി കോലായിലിരുന്ന് പഠിക്കുന്ന നേരത്തെ ആ വഴിക്കൊന്നും പോയില്ല. പെണ്ണിൻ്റെ ശ്രദ്ധ മാറിപ്പോകേണ്ട. അച്ഛൻ ഉമ്മറത്തുണ്ടെങ്കിൽ വടക്കേപ്പുറത്ത് ഇരുന്നായിരിക്കും അവളുടെ പഠിത്തം. അധ്യായം 4. കാർത്യായനിയേടത്തി പണിക്ക് വരാൻ തുടങ്ങിയതിൻ്റെ 4-ാം ദിവസം. എന്നത്തെയും പോലെ 10 മണിക്ക് പണി തീർത്ത് അവർ മനക്കിലേക്ക് പോയിരിക്കുന്നു. രാവിലത്തെ കാപ്പിയുടി കഴിഞ്ഞ് കോലായിലെ ചാരുകസേരയിൽ ചാരിക്കിടന്ന് ആർതർ കാനൻ ഡോയിലിൻ്റെ ഷെർലോക്ക് ഹോംസ് 2-ാം വട്ടം വായിക്കുകയായിരുന്നു ശേഖരൻകുട്ടി. കുളത്തിൽ നീന്തി തുടിക്കുന്ന ശബ്ദം. ആരാവാം ഈ നേരത്ത് കുളിക്കാനിറങ്ങിയത്? അച്ഛനും കുമാരനും പാടത്താണ്. അമ്മ വടക്കേറയിൽ നിന്ന് എണീറ്റിട്ടില്ല. അമ്മയ്ക്ക് പനി വിട്ടുമാറിയിട്ടില്ല. അയൽപ്പക്കത്തുള്ള സ്ത്രീകൾ ഇവിടെ കുളിക്കാൻ വരുന്നത് പതിവില്ലല്ലോ. 10 അടി നടന്നാൽ വിശാലമായ അമ്പലക്കുളമുണ്ട്. കുളത്തിൻ്റെ കിഴക്കേക്കരയിലാണ് കൃഷ്ണൻ്റെ അമ്പലം. ചുറ്റുവട്ടത്തുള്ളവരുടെ കുളി അമ്പലക്കുളത്തിലാണ്. കുളത്തിൻ്റെ വടക്കേക്കര പൊതുവഴി. ആ വഴിയെ പോയാൽ എളുപ്പം പീടികമുക്കിലെത്താം. ചങ്ങാതിമാരത്ത് കുളക്കരയിലൂടെ അങ്ങാടിയിലേക്ക് നടക്കും. ചില ദിവസങ്ങളിൽ പെണ്ണുങ്ങൾ കുളിച്ചുകൊണ്ട് നിൽപ്പുണ്ടാവും. അല്പവസ്ത്രധാരികളായി സോപ്പ് പതപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന അവരെ വേറൊരർത്ഥത്തിൽ ചെറുബാല്യക്കാർ നോക്കുന്നുണ്ടാവുമെന്ന് പാവം നാട്ടുമ്പുറത്തുകാരികൾ സംശയിക്കില്ല. തീണ്ടാരി കുളിക്കണമെങ്കിൽ സ്ത്രീകൾ പാടത്തിൻ്റെ നടുക്കുള്ള കല്ലുംകുളത്തിലേക്കാണ് പോവുക. പുസ്തകം അടച്ചു വെച്ചു. ഒന്ന് പോയി നോക്കാം, ആരാണെന്നറിയാൻ ഒരു കൗതുകം. കുളക്കരയിലെ നാട്ടുപാവിൻ്റെ മറപറ്റി കുളത്തിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. ഇറ്റിച്ചിരി കടവിൽ സോപ്പ് തേച്ചുകൊണ്ട് നിൽക്കുന്നു. ഒറ്റത്തോർത്ത് മാത്രം മുണ്ടെടുത്ത്. നനഞ്ഞ മുണ്ട് അരയോടൊട്ടിക്കിടക്കുന്നു. കൂമ്പി വരുന്ന മാറിടം. കൊച്ചു കുട്ടിയാണെന്നാണ് അവളുടെ വിചാരം. വിചാരിച്ച പോലെ അത്ര കുട്ടിയല്ലല്ലോ ഇവൾ.
ഒതുങ്ങിയതെങ്കിലും വികസിച്ചു വരുന്ന അരക്കെട്ട്, കൗമാരത്തിൻ്റെ പടവുകളിൽ കാൽ വെച്ച് നിൽക്കുന്ന സുന്ദരി. അരയോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അവൾ മുങ്ങി നിവർന്നു. വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ അരയിൽ ചുറ്റിയ തോർത്തഴിച്ച് പിഴിഞ്ഞ് തല തുവർത്തി. കടവിലേക്ക് തിരിച്ചു കയറുമ്പോൾ അവൾ തോർത്ത് വീണ്ടും അരയിൽ ചുറ്റി. കടവിൽ നനച്ചു പിഴിഞ്ഞുവെച്ച പാവാട വലിച്ചു കയറ്റി. നനമുണ്ട് പുതച്ച് അവൾ കൽപ്പടവുകൾ കയറി. ശിരസിലേക്ക് രക്തം ഇരച്ചു കയറുന്നു. ശ്വാസത്തിൻ്റെ വേഗം കൂടുന്നു. ഒച്ച കേൾപ്പിക്കാതെ തിരിച്ചു നടന്നു. ചാരുകസേരയിൽ വന്ന് കണ്ണടച്ചു കിടന്നു. ഇട്ടിച്ചിരിയുടെ അനാവൃതമായ ഉടൽ അകക്കണ്ണിൽ തെളിഞ്ഞു വരുന്നു. അടുക്കള ഭാഗത്തെ പുറവാതിൽ കരയുന്നു. സ്വപ്നത്തിലെന്ന പോലെ ശേഖരൻകുട്ടി കസേരയിൽ നിന്ന് എണീറ്റു. ഇട്ടിച്ചിരി അടുക്കള വഴി തളത്തിലേക്ക് ചെന്ന് തെക്കേ അറയിലേക്ക് കടക്കുന്നത് അവളുടെ പാദചലനത്തിലൂടെ ഈ കോലായിലിരുന്നാൽ അറിയാം. ചാരിവെച്ച അറവാതിൽ പതുക്കെ തുറന്ന് ശേഖരൻകുട്ടി അകത്തു കടന്നു. പുറംതിരിഞ്ഞു നിന്ന് വസ്ത്രം മാറുകയായിരുന്നു ഇട്ടിച്ചിരി. വാതിൽ പൊളിയുടെ കരകര ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ വാതിലടച്ച് തഴുതിട്ടു. എലിയെപ്പോലെ പേടിച്ചരണ്ട് നിൽക്കുന്ന അവളുടെ നേർക്ക് പൂച്ചയെപ്പോലെ അടിവെച്ച് ചെന്നു. പെണ്ണിനെ പൂണ്ടടക്കം പിടിച്ച് നേർത്ത ചുണ്ടുകളെ ഉമ്മ കൊണ്ട് മുദ്ര വെച്ചു. അവൾ കുതറി മാറാൻ ശ്രമിച്ചു. ഇരു കൈകൊണ്ടും അവനെ തള്ളി മാറ്റാൻ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. ക്രമേണ ഇട്ടിച്ചിരിയുടെ പ്രതിരോധം കുറഞ്ഞു വന്നു. അതൊരു തുടക്കം മാത്രം. താഴത്തെ വടക്കേറയിൽ അമ്മ ക്ഷീണിച്ച് തളർന്ന് കിടപ്പായതുകൊണ്ട് സൗകര്യമായി. 4 മണി ചായയുമായി എല്ലാ ദിവസവും ഇട്ടിച്ചിരി മുകളിലേക്ക് കയറി വന്നു. അവളും ആ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിരിക്കണം. അച്ഛൻ പാടത്ത് കൊയ്ത്തിൻ്റെ തിരക്കിലാണ്. സന്ധ്യ കഴിയും മടങ്ങിയെത്താൻ. ഒരു വേവലാതിയും വേണ്ട. എല്ലാം ഒത്തുകിട്ടിയ ദിവസങ്ങൾ. സങ്കല്പ പുരുഷനായി അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പുവേട്ടൻ ഇടം നേടിയിട്ടുണ്ടെന്ന് ഉറപ്പായിരുന്നു. വിയർപ്പിൽ മുങ്ങിയ ദേഹത്തോടൊട്ടിക്കിടക്കവേ ഇട്ടിച്ചിരി മന്ത്രിച്ചു. അപ്പുവേട്ടൻ എന്നെ കൈവിടുമോ? എന്നാൽ ഞാൻ ചാവും. എൻ്റെ സുന്ദരിക്കുട്ടിയെ കൈവിടാനോ? നീ എൻ്റെ പെണ്ണല്ലേ. നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. അപ്പുവേട്ടൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമോ? എന്താ സമ്മതിക്കാതെ? അച്ഛനും അമ്മയ്ക്കും നിന്നെ ഇഷ്ടമാണ്. നമ്മൾ സ്വജനങ്ങളാ. നോക്കിക്കോ, ഒരു കോലാഹലവും ഉണ്ടാവില്ല. ഇട്ടിച്ചിരി പാവം ആശ്വാസത്തോടെ കണ്ണടച്ചു കിടന്നു. പിന്നെ തട്ടിപ്പിടഞ്ഞെണീറ്റ് വസ്ത്രം ധരിച്ച് കോണി ഇറങ്ങിപ്പോയി. ഹേമയെപ്പറ്റിയാണ് അപ്പോൾ ആലോചിച്ചത്. ക്ഷമിക്കെൻ്റെ തങ്കക്കുടമേ, കോണിയിറങ്ങിപ്പോയ ഇവൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരില്ല. സമയം പോക്കാനൊരു വഴി. അങ്ങനെയേ വിചാരിച്ചിട്ടുള്ളൂ. അവൾ സ്വപ്നം കാണുന്നുണ്ടാവും. കണ്ടു രസിക്കട്ടെ അടിച്ചു തളിക്കാരി പെണ്ണിൻ്റെ സ്വപ്നങ്ങൾ. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും. പനി വിട്ടുമാറിയിരിക്കുന്നു. അടുക്കളയിൽ കടക്കാനും അത്യാവശ്യം പണികളൊക്കെ ചെയ്യാനും അമ്മയെക്കൊണ്ടാവും. കല്യാണി ഉണ്ടല്ലോ സഹായത്തിന്. കാർത്യായനിയടത്തിയുടെ വരവ് നിൽക്കുമ്പോൾ ഇട്ടിച്ചിരിയുടെ ഇങ്ങോട്ടുള്ള വരവ് നിലയ്ക്കും. ചെറിയമ്മയെ കാണാനും വിശേഷം പറഞ്ഞിരിക്കാനും എന്തായാലും അവൾ ഒറ്റയ്ക്ക് വരില്ല. ആ നരുതു പെണ്ണിന് അത്ര തൻ്റെ ഇടമുണ്ടാവില്ല. അപ്പേട്ടനില്ലാതെ ഒരു ജീവിതമില്ലെന്ന് അവൾ ഉറപ്പിച്ചിട്ടുണ്ടാവും. ശിവക്ഷേത്രത്തിൽ വെച്ചാണ് അവളെ കണ്ടുമുട്ടാൻ സാധ്യതയേറെ. തൽക്കാലം ആൽത്തറ സംഘത്തെ ഒഴിവാക്കാം. കൂട്ടുകാരെ അന്വേഷിച്ചു വരികയാണെങ്കിൽ സുഖമില്ലെന്ന് കളവ് പറയാം. കൃഷ്ണനും രാധയുമായ ആടിത്തിമർത്ത കഥകൾ രഹസ്യമാക്കി വയ്ക്കാം. ഒരിക്കലും അവരറിയരുത്. ഞാൻ വരും നിൻ്റെ വീട്ടിലേക്ക്. പകൽ നേരത്ത് കാർത്യായനിയടത്തി കാണില്ലല്ലോ. നമുക്ക് സ്വൈരമായി മിണ്ടിയും പറഞ്ഞുമിരിക്കാം. പാവം, അവൾ അത് വിശ്വസിച്ചിട്ടുണ്ടാവും. തരവത്ത് വീടിൻ്റെ 7 അയലത്തുകൂടി പോവില്ലെന്ന് അന്നേ മനസ്സിൽ ഉറപ്പിച്ചു. കട്ടുതീറ്റ അമ്മ കണ്ടുപിടിച്ച ദിവസം. അന്ന് ഹേമയെ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ച് അവളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതാണ്, മേലാൽ ഇട്ടിച്ചിരിയെ കാണില്ല. ഇട്ടിച്ചിരിയോടൊത്ത് കഴിച്ചുകൂട്ടിയ മധുരമുള്ള നിമിഷങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ ഓർമ്മച്ചെപ്പ് തുറന്നു നോക്കാൻ രസമായിരിക്കും. ഇട്ടിച്ചിരിയെ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് അമ്മ അറയിലേക്ക് കടന്നു വന്നത്. അവളുടെ മണികിലുക്കം പോലുള്ള ചിരി അമ്മ കേട്ടു കാണണം. അങ്ങനെ അവൾ ചിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അമ്മയ്ക്ക് ആകാംക്ഷ തോന്നിക്കാണും. ആകാംക്ഷ കൊണ്ടായിരിക്കും വയ്യെങ്കിലും അമ്മ കോണിപ്പടി കയറി വന്നത്. ഇട്ടിച്ചിരി പരിഭ്രമിച്ച കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അമ്മയെ മറികടന്ന് അവൾ കോണിപ്പടികൾ ഓടിയിറങ്ങി. നാണം കൊണ്ടും കുറ്റബോധം കൊണ്ടും അമ്മയോട് യാത്ര പോലും പറയാതെയാണ് ഇട്ടിച്ചിരി വീടിൻ്റെ പടി ഇറങ്ങിയത്. പിന്നീട് അവൾ വന്നില്ല. 4-5 ദിവസം കൂടി കാർത്യായനിയടത്തി വന്നുപോയി. അടുക്കളയിൽ പെരുമാറാമെന്നായപ്പോൾ അമ്മ തന്നെയാണ് അവരോട് വരേണ്ടെന്ന് പറഞ്ഞത്. പോകുമ്പോൾ അമ്മ അവർക്ക് മുണ്ടും പണവും കൊടുത്തു. ഇട്ടിച്ചിരിയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് അമ്മ കണ്ടതാണ്. എന്നിട്ട് അമ്മ മറുത്തൊരക്ഷരം പറഞ്ഞില്ല. ഭദ്രകാളിയെപ്പോലെ അമ്മ കലിതുള്ളുമെന്നും തെക്കേ അറ പൊളിഞ്ഞു വീഴുമെന്നും പേടിച്ചു. മകൻ്റെ ചുമലിൽ കൈവച്ച അമ്മ ചിരിക്കുകയാണ്. നിനക്കവളെ ഇഷ്ടാണോ? ഇഷ്ടാണ്. അമ്മ അച്ഛനോട് പറയാം. എത്രയും വേഗം നിങ്ങളുടെ കല്യാണം നടത്തിത്തരാം. പോരെ? അത് വേണ്ട. വേണ്ടാന്നോ? അമ്മയുടെ മുഖം ഇരുളുന്നു. കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല. എന്തേ? എൻ്റെ സ്ഥിതിക്ക് ചേരില്ല.
വേണ്ടാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? ഒന്നും സംഭവിക്കില്ല. ദുഷ്ടാ, എനിക്കെൻ്റെ ഭാവി നോക്കണം. ആ കുട്ടിയുടെ ഭാവി ആര് നോക്കും? എനിക്കറിയില്ല. ഞാൻ അച്ഛനോട് പറയും. ഞാൻ തൂങ്ങിച്ചാവും. ഒരക്ഷരം മിണ്ടാതെ അമ്മ കോണി ഇറങ്ങിപ്പോയി. പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ കഴിയുകയായിരുന്നു. മകനോട് സംസാരിക്കാൻ അമ്മയും ഉത്സാഹം കാണിച്ചില്ല. എന്നാലും അമ്മ അക്കാര്യം അച്ഛനോട് പറയുകയില്ലെന്ന് തന്നെ വിശ്വസിച്ചു. ഒരേ ഒരു പുത്രനെ നഷ്ടപ്പെടാൻ ഏതായാലും അമ്മയ്ക്കാവില്ല. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിലെ 2ാം ഭാഗത്തിലെ 4ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി. അധ്യായം 5. ഇട്ടിച്ചിരിയെ ഇനി കാണില്ലെന്ന് ശപഥം ചെയ്തിട്ട് നീണ്ട 7 രാവും 7 പകലും കഴിച്ചുകൂട്ടി. ഇനി പിടിച്ചു നിൽക്കാൻ വയ്യ. ഹേമയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തത് തൽക്കാലം മറക്കാം. മനസ്സിൽ ചെയ്ത സത്യം മനസ്സിൽ തന്നെ മായ്ച്ചു കളയാം. ഇതൊന്നും ഒരിക്കലും ഹേമ അറിയാൻ പോകുന്നില്ല. കുറ്റബോധത്തിൻ്റെ കാര്യം എന്താണ്? ഇട്ടിച്ചിരിയെ കാണണം, കണ്ടേ പറ്റൂ. കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അച്ചുമാമയുടെ വീട്ടിൽ പോവുകയാണെന്ന് മാത്രം അമ്മയോട് പറഞ്ഞ് ഉച്ച സമയത്ത് പടിപ്പുര തുറന്ന് പാടത്തേക്കിറങ്ങി. പാടത്തിനക്കരെ ഇടവഴിയിലൂടെ ഓരത്താണ് തരവത്ത് വീട്. വലിഞ്ഞു നടന്നു. സൂര്യൻ തലയ്ക്ക് മുകളിൽ കത്തിയെരിയുന്നു. ഇടവഴിയെ ആർക്കും എപ്പോഴും നടന്നു പോകാമല്ലോ. ഉച്ചനേരമായതുകൊണ്ടാവാം ഇടവഴിയിൽ ആരെയും കണ്ടുമുട്ടിയില്ല. എവിടെ പോകുന്നു ഈ വഴിക്ക്? ആരെ കാണാനാ? എന്താ കാര്യം? ഇങ്ങനെ കുറേ അനാവശ്യ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അറിഞ്ഞിട്ട് മറ്റേയാൾക്ക് പ്രത്യേകിച്ച് കാര്യമുണ്ടായിട്ടല്ല, വെറുതെ ഒരു കുശലം. തരവത്തെ ഇല്ലിപ്പടിക്കലെത്തിയപ്പോൾ നിന്നു. മരങ്ങളുടെ മറവുള്ളതുകൊണ്ട് അടുത്ത വീടുകളിൽ നിന്ന് തരവത്തെ മുളമ്പടി കാണില്ല. പാവങ്ങളുടെ വീടുകളാണ് ചുറ്റുവട്ടത്ത്. കൊയ്ത്തുകാലമായതിനാൽ ആണുങ്ങൾ കൊയ്യാനും മെതിക്കാനും പോയി കാണും. പെണ്ണുങ്ങൾ ഉച്ചക്കഞ്ഞി കുടിച്ച് കോലായിൽ മയങ്ങുകയാവും. കണ്ടാൽ എന്തു കുഴപ്പം? പറഞ്ഞു വന്നാൽ തരവത്തുകാരും ചേലക്കോട്ടുകാരും ബന്ധുക്കൾ. കാർത്യായനിയേടത്തിയോട് ഒന്നത്രടം വരെ വരാൻ പറയാൻ വന്നതാണ്. ആരും വിശ്വസിച്ചു പോകുന്നൊരു നുണ പറയാൻ വേണമെങ്കിൽ. എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നുമോ എന്ന് സംശയിക്കരുത്. മുണ്ടു മടക്കി കുത്തി മുളമ്പടി കവച്ചു കടന്നു. പെണ്ണ് വീട്ടിലുണ്ടായിരിക്കണേ എന്നായിരുന്നു പ്രാർത്ഥന. പ്രാർത്ഥന ഫലിച്ചു. ആരാ പടികടന്നു വരുന്നതെന്നറിയാൻ ഇട്ടിച്ചിരി ഉമ്മറത്ത് വന്നു. അപ്പോഴുമുണ്ട് അവളുടെ കയ്യിലൊരു പുസ്തകം. അപ്പുവേട്ടൻ വാക്കു പാലിച്ചു. ആഹ്ലാദത്തോടെ അവൾ ഏട്ടനെ അകത്തേക്ക് ക്ഷണിച്ചു. കോലായിലിരിക്കണ്ട, വരൂ, ആരെങ്കിലും കാണും. അതാണ് ആഗ്രഹിച്ചതും. അവളെ ചേർത്ത് പിടിച്ച് ഇടനാഴിയിൽ നിന്നു. ആർത്തിയോടെ ചുണ്ടുകളെ തേടി. അമ്മ എപ്പോൾ വരും? സന്ധ്യയാവും. സന്തോഷം. ഇട്ടിച്ചിരി ഉമ്മറവാതിലടച്ച് സാക്ഷിയിട്ടു. അവളുടെ കൈ പിടിച്ച് കിടപ്പറയിലേക്ക് നടന്നു. വിയർപ്പിൽ കുളിച്ച് പായിൽ മലർന്നു കിടക്കുമ്പോൾ ഇട്ടിച്ചിരി ആലസ്യത്തോടെ നെഞ്ചിൽ തലചേർത്ത് കിടന്നു. നമ്മുടെ കല്യാണക്കാര്യം? നിന്റെ പഠിത്തം കഴിയട്ടെ. പഠിത്തം കഴിയാൻ കാത്തിരിക്കണ്ട. എന്തേ? ശരിയാവില്ല. എന്തുപറ്റി? എൻ്റെ കുളി തെറ്റി. തലയ്ക്കടി കിട്ടിയ പോലെ ഒരു തരിപ്പ്. ദൈവമേ, പരിഭ്രമം മുഖത്ത് നിഴലിക്കാതിരിക്കാൻ പാടുപെട്ട് ഇട്ടിച്ചിരിയുടെ കാതിൽ മന്ത്രിച്ചു. എല്ലാം ഏട്ടൻ ശരിയാക്കും. മുളമ്പടി കടന്ന് ഇടവഴിയിലേക്ക് ഇറങ്ങിയപ്പോഴും ഇടവും വലവും നോക്കി. ഒരു മുൻകരുതൽ. ഈ അവസ്ഥയിൽ പ്രത്യേക ശ്രദ്ധ വേണം. തരവത്തു നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആരും കാണുന്നില്ലെങ്കിൽ അത്രയും നല്ലത്. മേലും കീഴും നോക്കാതെ ഓരോ പ്രവൃത്തികൾ ചെയ്യുക. ഇപ്പോൾ ഇടവും വലവും നോക്കിയിട്ട് എന്തു പ്രയോജനം? സർവസ്വവും കൈവിട്ടു പോകുന്നു. ഗോവിന്ദാപുരത്തെ മണിമാളികയും ഹേമ എന്ന അപ്സര കന്യകയും സിവിൽ സർവീസും. ഇട്ടിച്ചിരി എന്ന ഈ പൊട്ടിപ്പെണ്ണിനെ കെട്ടി ഒരു ഉണ്ണാമൻ നായരായി ഏതെങ്കിലും സർക്കാർ ആഫീസിൽ അധോമണ്ഡല ഗുമസ്തനായി ഒതുങ്ങിത്തീരും ജീവിതം. മനക്കിലെ അടിച്ചുതളിക്കാരിയുടെ മകൾക്ക് ഇലമുറിയൻ നായർ സംബന്ധം. ഹാസിക്കും മാലോകര്. കൈവന്ന സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിച്ചു. ഒറ്റപ്പാലത്ത് പോയി തീവണ്ടിക്ക് തലവെക്കുകയാണ് ഇപ്പോൾ കരണീയം. എല്ലാം അവസാനിക്കട്ടെ. വീട്ടിലെത്തി മുറിയിൽ കയറി വാതിലടച്ചു. അമ്മ മുട്ടി വിളിക്കുകയാണെങ്കിൽ തലവേദനയാണെന്ന് പറയാം. ഹരിച്ചും കുണിച്ചും കൂട്ടിയും കുറച്ചും കിടക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമായി. തട്ടിത്തെറിപ്പിക്കേണ്ടത് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെയല്ല, അവളെയാണ്. ആ നശൂലം പിടിച്ച പെണ്ണിനെ. സ്വന്തം ജീവിതത്തിൽ നിന്ന് മാത്രമല്ല, ഈ ലോകത്തു നിന്നു തന്നെ. അപ്പുവേട്ടൻ തങ്കച്ചെറിയമ്മയുടെ കല്യാണക്കാര്യം പറയുമെന്നും തങ്കച്ചെറിയമ്മ അപ്പുവേട്ടൻ്റെ അച്ഛനോട് പറയുമെന്നും അപ്പുവേട്ടൻ്റെ അച്ഛൻ തരവത്തേക്ക് അമ്മയെ കാണാൻ വരുമെന്നും ശിവൻ്റെ തിരുമുമ്പിൽ ബന്ധുക്കളും ദേശക്കാരും കൂടി നിൽക്കെ അപ്പുവേട്ടൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുമെന്നും ഇട്ടിച്ചിരി മനക്കോട്ട കെട്ടുന്നുണ്ടാവും. മകളുടെ കുളി തെറ്റിയെന്നറിയുമ്പോൾ അവളുടെ അമ്മയ്ക്ക് കോപവും താപവും ഉണ്ടാവും.
എനിക്ക് സംശയം തോന്നുന്നതിന് മുമ്പ് കല്യാണം നടന്നു കിട്ടണമെന്നായിരിക്കും പെണ്ണിൻ്റെ ഉള്ളിലിരിപ്പ്. ഇട്ടിച്ചിരിക്ക് വയറ്റിലുണ്ടെന്നും അവളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നും അമ്മയോട് പറയുകയാണെങ്കിൽ എന്തു സംഭവിക്കും? അമ്മ സന്തോഷിക്കും. അമ്മ അച്ഛനോട് പറയും. അച്ഛന് ദേഷ്യം വരുമെന്ന് ഉറപ്പ്. മകൻ BA-കാരനാണെന്ന് അച്ഛൻ ഓർക്കില്ല. കനത്ത കൈ കവളത്ത് വീഴാനും മതി. ഇട്ടിച്ചിരി മരുമകളായി വരുന്നത് അച്ഛനും ഇഷ്ടമായിരിക്കും. അവളെ പുടവ കൊടുത്ത് കൊണ്ടുവരണമെന്ന് തന്നെ അവർ നിശ്ചയിക്കും. തരവത്തെ കാർത്തിയാനി അമ്മയുടെ മകൾക്ക് ചേലക്കോട്ടെ ശിവരാമ മേനോൻ്റെ മകൻ വയറ്റിലുണ്ടാക്കിയെന്ന് ദേശക്കാരറിയുന്നതിന് മുമ്പേ മകനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിക്കും. അങ്ങനെ സംഭവിക്കരുത്. ഉടനെ ഒരു പരിഹാരം കാണണം. എങ്ങനെ? രാത്രിയുടെ അന്ത്യയാമം വരെ ഉറക്കം വരാതെ കിടന്നു. അപ്പോഴൊരു വഴി തെളിഞ്ഞു വന്നു. അധ്യായം 6. 30 തിങ്കളാഴ്ചകളിൽ ത്രിസന്ധ്യയ്ക്ക് ശിവന്റെ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന പതിവുണ്ട് ഇട്ടിച്ചിരിക്ക്. അസ്തമയം കഴിഞ്ഞ് ഇരുട്ട് പരക്കുന്നതിന് മുമ്പ് അവൾ തൊഴുതു മടങ്ങും. ക്ഷേത്രമൈതാനത്തു നിന്ന് പടിഞ്ഞാട്ട് ചെത്തിപ്പടിത്തിറക്കിയ നീളം കരിങ്കൽ പടവുകൾ ഇറങ്ങിച്ചെല്ലുന്നത് വീതിയുള്ള ഉയർന്ന വയൽ വരമ്പത്തേക്ക്. നടവരമ്പിൽ നിന്ന് ഇടത്തോട്ടിറങ്ങി ചെറിയ വരമ്പുകളിലൂടെ തെക്കോട്ട് നടന്ന് കൊക്കരണിപ്പറമ്പും താണ്ടി വേണം ഇട്ടിച്ചിരിക്ക് തരവത്ത് വീട് നിൽക്കുന്ന ഇടവഴിയിലെത്താൻ. വെള്ളിയാഴ്ചയാണ് ഇട്ടിച്ചിരിയെ സംഗമിച്ചത്. തിങ്കളാഴ്ച സന്ധ്യ മയങ്ങുന്നേരത്ത് കൊക്കരണിപ്പറമ്പിൽ ശേഖരൻകുട്ടി കാത്തുനിന്നു. ഈ വഴി ആൾസഞ്ചാരം കുറവാണ്. കൊക്കരണിപ്പറമ്പിൻ്റെ അരികു പറ്റിപ്പോകുന്ന വരമ്പത്തുകൂടി ആരെങ്കിലും വരികയാണെങ്കിൽ മരങ്ങളുടെ മറവിലേക്ക് മാറി നിൽക്കാം. പോരെങ്കിൽ പാഴ്ചെടികൾ ആളുയരത്തിൽ വളർന്നു നിൽക്കുന്നു. ചേലക്കോട്ടെ ശേഖരൻകുട്ടിയെ കൊക്കരണിപ്പറമ്പിൽ കണ്ടാൽ എന്താണ് കുഴപ്പം? അവരുടെ പറമ്പ്. പക്ഷേ ഇന്ന് ഈ നേരത്തിവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ആരുടെയും കണ്ണിൽ പെടരുത്. പ്രതീക്ഷ തെറ്റിയില്ല. അമ്പലപ്പടവുകളിൽ ഇറങ്ങി ഒരു സ്ത്രീരൂപം വലിയ വരമ്പിലെത്തി. തെക്കോട്ടിറങ്ങി ചെറിയ വരമ്പിലൂടെ നടന്നു വന്നു തുടങ്ങി. നേരം വൈകുന്നതിനാൽ ആയിരിക്കണം ഇവളുടെ നടത്തത്തിന് വേഗമുണ്ട്. അത് ഇട്ടിച്ചിരി തന്നെ. പറമ്പിൽ നിന്നിറങ്ങി വഴിവെക്ക് കാത്തുനിന്നു. അടുത്തെത്തിയപ്പോഴാണ് ഇട്ടിച്ചിരി ആളെ തിരിച്ചറിഞ്ഞത്. ഏട്ടൻ എന്താ ഇവിടെ? ഇത് ഞങ്ങളുടെ പറമ്പല്ലേ. ഈ വഴി വന്നപ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചു. തേങ്ങ കളവ് പോകുന്നുണ്ട്. ഒത്ത കള്ളനെ കയ്യോടെ പിടിക്കാം. ഞാൻ പോട്ടെ, നേരം വല്ലാതെ വൈകി. അമ്മ പടിക്കലേക്ക് നോക്കിയിരിക്കുന്നുണ്ടാവും. വീട് വരെ ഞാനും വരാം. നിനക്കൊരു അതിശയം കാണണ്ടേ? കൊക്കരണിയുടെ വക്കത്തെ വിശേഷപ്പെട്ട ഒരു ചെടിയുണ്ട്. അത് പൂത്തു. എന്താ പൂവിൻ്റെ ചന്തം! എന്തൊരു വാസന! ഇട്ടിച്ചിരിയുടെ കൈ പിടിച്ച പറമ്പിലേക്ക് കയറി. ഈ പൂവിൻ്റെ വാസന കേട്ട ഗന്ധർവൻ വരും. ഒറ്റയ്ക്ക് ഈ വഴി വരാൻ പാടില്ല. ഒരു ഗന്ധർവൻ കൂടെയുണ്ടല്ലോ, പിന്നെങ്ങനെ വേറൊരു ഗന്ധർവൻ കയറി പിടിക്കുക? ഇട്ടിച്ചിരി കളിവാക്ക് പറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് കൊക്കരണിയുടെ നേർക്ക് നടന്നു. കൊക്കരണിയുടെ കരയ്ക്ക് ചെടികളുടെ മറവിൽ കറുകപ്പുൽമെത്ത. ഇവിടെ ഇരിക്കാം. ഇട്ടിച്ചിരി അനുസരണയോടെ അപ്പേട്ടൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു. അപ്പേട്ട വേണ്ട, ആരെങ്കിലും കാണും. ആരും കാണില്ല. ഒരാൾ ഈ നേരത്തെ ഈ വഴിക്ക് വരില്ല. ആനന്ദമൂർച്ചയുടെ നിമിഷങ്ങൾ. അവളുടെ കണ്ണുകൾ താനേ അടയുന്നു. ഇതാണ് പറ്റിയ അവസരം. ഇത് നഷ്ടപ്പെടുത്തരുത്. അവളുടെ അരക്കെട്ടിൻ്റെ ഇരുവശത്തും കാൽമുട്ടുകൾ ഊന്നിക്കൊണ്ട് സർവ്വശക്തിയുമെടുത്ത് കണ്ഠനാളത്തിൽ വിരലുകൾ അമർത്തി. ഇട്ടിച്ചിരി കണ്ണു തുറിച്ച് അവളുടെ കാലനെ അവിശ്വസനീയതയോടെ നോക്കി. അവൾ നിലവിളിക്കാൻ ശ്രമിക്കുകയും പ്രാണവായുവിനു വേണ്ടി കൈകാലിട്ടടിക്കുകയും ചെയ്തു. അവളുടെ ശരീരം ക്രമേണ പിടഞ്ഞ് നിശ്ചലമായി. അവൻ എഴുന്നേറ്റ നാലുപുറവും നോക്കി. സമയമേതും കളയാതെ പെണ്ണിൻ്റെ ജീവനറ്റ ദേഹം താങ്ങിയെടുത്ത് കൊക്കരണിയുടെ ആഴത്തിലേക്കിട്ടു. അവളെ ഏറ്റുവാങ്ങിയപ്പോൾ കൊക്കരണി നിലവിളിച്ച് ബഹളം കൂട്ടി. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കഴുകൻ എന്ന നോവലിലെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.